ഓക്കെ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്ന ഡൽഹി സുൽത്താനേറ്റിലെ സ്ലേവ് ഡൈനസ്റ്റി എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ തിയറി ആയിട്ട് വരുന്നത് നിങ്ങൾ നമ്മുടെ ചാനലിൽ തന്നെ ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ വീഡിയോ എടുത്ത് കാണാം. ഡൽഹി സുൽത്താനേറ്റിൽ സ്ലേവ് ഡൈനസ്റ്റി എടുത്ത് കാണാം. എന്നിട്ട് അതിൻ്റെ തിയറി കണ്ടതിന് ശേഷം ഇത് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അങ്ങനെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടുന്നതായിട്ട് കാണാം. ദെൻ എക്സ്ട്രാ പോയിന്റ് ആഡ് ചെയ്ത് വിടുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് നോക്കാം. ഡ്യൂറിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയർ ഡിഡ് കുത്തബുദ്ദീൻ ഐബക് റൂൾ സ്റ്റാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി സുൽത്താനേറ്റ് തുടങ്ങിയത് ആരാന്നറിയാം? സ്ലേവ് ഡൈനാസ്റ്റിയിലെന്നറിയാം. അപ്പോൾ കുത്തബുദ്ദീൻ ഐബക്ക് ഇതിൽ എത്ര നാള് ഭരിച്ചു? 1206 തുടങ്ങുന്നത്, 1210 വരെയാണ് വരുന്നത്. SSC CHSL 2023 ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുമ്പോൾ 5 ഡൈനസ്റ്റി ഉള്ള: 1 സ്ലേവ്, 2 ഖിൽജി, 3 തുഗ്ലക്, 4 സയ്യിദ്, 5 ലോധി. ഇത് എങ്ങനെ ഓർത്തിരിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, നമ്മൾ ഒരു വീട് പണിയാന്ന് വിചാരിക്കാം. ഡൽഹി സുൽത്താനറ്റ് എന്ന് പറയുന്ന വീട് പണിയാന്ന് വിചാരിക്കാം. ആദ്യം എന്തായിരിക്കും പണിയുന്നത്? അടിത്തറയായിരിക്കും പണിയുന്നത്. സോ സ്ലേവ് ഡൈനാസ്റ്റി, അടിമ വംശം. എന്നിട്ട് എന്ത് ചെയ്യും? കല്ല് കെട്ടി തുടങ്ങും. അപ്പൊ കല്ല്, ഖിൽജി. ദെൻ തൂണ് കെട്ടും, അല്ലെങ്കിൽ പില്ലർ വാർക്കും. ഈ പില്ലർ വാർക്കാനായിരിക്കും കൂടുതൽ ടൈം എടുക്കുന്നത്. സോ തുഗ്ലക്ക് ഡൈനസ്റ്റി. അവിടുന്ന് വേറൊരു കാര്യം കൂടി നമുക്ക് എന്ത് ചെയ്യാൻ കണക്ട് ചെയ്യാം. തുഗ്ലക്ക് ഡൈനസ്റ്റിയാണ് ഏറ്റവും കൂടുതൽ കാലം റൂൾ ചെയ്തത്. പിന്നെ സൈഡൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സൈഡൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സെറ്റാക്കും. ഓക്കെ, സൈഡൊക്കെ സെറ്റാക്കും. അടുത്തത് സയ്യിദ് ഡൈനാസ്റ്റി. പിന്നെ ഏറ്റവും അവസാനം എല്ലാം മോടി പിടിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അത് ഏത് വരും? ലോധി ഡൈനസ്റ്റി. ലോധി. ഇതാണ് ആ ഒരു ഓർഡർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ SSC CGL ടയർ 2 2023 ചോദിച്ചാണ്. ഹു അസ്യൂംഡ് ദ ടൈറ്റിൽ ഓഫ് ബൽബാൻ, അല്ലെങ്കിൽ ബൽബാന്റെ വേറെ നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഉല്ലൂഖാൻ എന്നാണ് ഒറിജിനൽ നെയിം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയേഴ്സ് വാസ് ദ ഡൽഹി സുൽത്താനേറ്റ് എസ്റ്റാബ്ലിഷ്ഡ്? SSC സ്റ്റെനോഗ്രാഫർ 2021, SSC MTS 2022. ഇതിലെല്ലാം തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡൽഹി സുൽത്താനേറ്റ് തുടങ്ങിയതെന്നാണ്? 1206 തുടങ്ങിയത്. ഇൻ വിച്ച് ഓഫ് ദ ഇയർ റഷ്യ മൂവ്ഡ് ഫ്രം ദ ത്രോൺ ഡൽഹി സുൽത്താനേറ്റ്? SSC CHSL 2023 ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ സുൽത്താന, ആകെ ഒരു വുമൺ റൂളർ, ആള് എപ്പോഴാണ് പദവിയിൽ നിന്ന് പോയത്? ഈ 2 ഓപ്ഷൻ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി തന്നെയാണ്. ഇത് ഭരണത്തിൽ കയറിയത്, ഇത് അവിടെ നിന്ന് ഇറങ്ങിയത്. 1240 ആക്ച്വലി ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ, ഹി വാസ് എ സുൽത്താൻ ഓഫ് ഡൽഹി ഹു ഇൻട്രൊഡ്യൂസ് ദ പ്രാക്ടീസ് ഓഫ് സജിദ ആൻഡ് പൈബോസ് ഇൻ ദ കോർട്ട്. ഹു വാസ് ഹി? SSC GD 2019, SSC CGL 2023, SSC CGL 2023. ഇതിലെല്ലാം തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആക്ച്വലി ഇതെല്ലാം തന്നെ ഇറാനിയൻ മോഡൽസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവിനെ കാണുമ്പോൾ മുട്ടുകുത്തിയിരുന്ന് തൊഴുക, അതുപോലെ തന്നെ രാജാവിൻ്റെ പാദങ്ങൾ ചുംബിക്കുക, ഇതുപോലുള്ള പ്രാക്ടീസാണ് ഈ പറയുന്ന സജ്ദയും പൈബോസ് എന്നൊക്കെ പറയുന്നത്. ഇദ്ദേഹം തന്നെയാണ് എന്താ പറയുന്നത്, നമ്മുടെ ഷാഡോ ഓഫ് ഗോഡ് അല്ലെങ്കിൽ സിൻ ഇലാഹി എന്ന് സ്വയം വിശേഷിപ്പിച്ചത്. ആരാണ് വരുന്നത്? ഗിയാസുദ്ദീൻ ബൽബാനാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ, റൂളർ ഓഫ് സ്ലേവ് ഡൈനാസ്റ്റി ഗിയാസുദ്ദീൻ ബൽബാൻ അഡോപ്റ്റഡ് ദ ടൈറ്റിൽ SSC MTS 2022. ഓക്കെ, ആൻസർ ആയിട്ട് കിടക്കുന്ന നൂർ അൽ ദിൻ അല്ല, നമുക്കറിയാം. നൂർമഹൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേസ് ഓഫ് ലൈറ്റ്സ് അല്ല എന്നറിയാം. സിൻ ഇലാഹി, ഷാഡോ ഓഫ് ഗോഡ്, ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ, റൂളർ ഓഫ് സ്ലേവ് ഡൈനാസ്റ്റി ഗിയാസുദ്ദീൻ ബൽബാൻ അഡോപ്റ്റഡ് ദ ടൈറ്റിൽ SSC MTS 2022. ഓക്കെ, ഏതാ വരുന്നത്? സില്ലിലാഹി. ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വാസ് ദ ക്യാപിറ്റൽ ഓഫ് സുൽത്താനേറ്റ് ഡ്യൂറിങ് ദ റെയിൻ ഓഫ് ഇൽത്തുമിഷ്? SSC JE 2018. സ്ലേവ് ഡൈനാസ്റ്റിന്റെ റിയൽ റൂളർ എന്നറിയപ്പെടുന്ന ഇൽത്തുമിഷ് തന്നെയാണ്.
ഇൽത്തുമിഷാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ക്യാപിറ്റൽ ഡൽഹിയിൽ ആദ്യം വന്ന കുത്തബുദ്ദീൻ ഐബക്ക് ആ, കാര്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചത് ലാഹോർ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് എന്താണ്? ഡൽഹിയാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മംഗോൾസ് അണ്ടർ ചെങ്കിസ്ഥാൻ ഇൻവേഡഡ് ഇന്ത്യ അണ്ടർ ദ ഹൂസ് റെയിൻ? SSC JEE 2018 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കുറെ പേരെങ്കിലും ഈ ചെങ്കിസ്ഥാൻ എന്ന് പറയുന്ന വേർഡ് അല്ലെങ്കിൽ ചെങ്കിസ്ഥാൻ എന്ന് പറയുന്ന റൂളറിനെ കേൾക്കുന്ന ഇരിദി സുട്രു എന്ന സിനിമയിലായിരിക്കും. ഓക്കെ, അവിടെ നിന്നായിരിക്കും ഈ ചെങ്കിസ് പേര് കണ്ടിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇരിദി സുട്രു ഓർക്കുക, ഐയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പേര്. സോ ഇൽത്തുമിഷ്. ഇൽത്തുമിഷിന്റെ ടൈമിലാണ് മംഗോൾ അറ്റാക്സ് വരുന്നത്. ആര്? ചെങ്കിസ് ഖാൻ ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നത്. ഇത് SSC JEE 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. In which of the following forts was Razia Sultana imprisoned by Malik Ikhtiar ud Altuniya? SSC CGL 2022 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അൽത്തൂനിയ ഈ പറയുന്ന റസിയനെ ഏത് സ്ഥലത്താണ് ഇംപ്രസൺ ചെയ്തതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആൻസർ ആയിട്ട് വരുന്ന ഖുലാം മുബാരക് ബത്തിണ്ടയാണ്. ബത്തിണ്ടയിലെ ഖുലാം മുബാരക്കിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഇംപ്രിസൺ ചെയ്യുന്നത്. ദെൻ ഇതിൽ വേറൊരു ഫാക്ട് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, ഈ കിടക്കുന്ന മേഘർ ഫോർട്ട് ജോധ്പൂർ, ഇത് ആക്ച്വലി നമ്മൾ ബാറ്റ്മാൻ സീരീസിലെ ബാറ്റ്മാൻ റേസസ് ഏറ്റവും അവസാനത്തെ ബെയിൻ്റെ സീരീസിൽ ആ പിറ്റീന്ന് ബാറ്റ്മാൻ പുറത്തോട്ട് വരുമ്പോൾ ബാക്കിൽ കാണിക്കുന്ന ഫോർട്ടാണ് ഈ പറയുന്ന മേഘർ ഫോർട്ട് എന്ന് പറയുന്നത്. അത് ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. Who among the following was the slave of Muhammad Ghori? He became the ruler after the death of master and founded the slave dynasty. SSC CGL 2019. ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുവാണ്, ആരാണ് ഈ പറയുന്ന സ്ലേവ് ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്തത്? കുത്തബുദ്ദീൻ ഐബക്കാണ്. കുത്തബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത് മുഹമ്മദ് ഘോറിയുടെ ഒരു സ്ലേവ് ആയിരുന്നു. Which of the following sultans died while playing polo ചൗഗാൻ? SSC CGL 2016. ചൗഗാൻ കളിക്കുമ്പോഴത്തേക്ക് മരിച്ചത്, അല്ലെങ്കിൽ പോളോ കളിക്കാൻ നേരത്തെ മരിച്ച ആരാന്നാണ് ചോദിച്ചത്. ഓക്കെ, ഓർത്തിരിക്കാനായിട്ട് ഇപ്പോൾ കുത്തബ് മിനാർ, താജ്മഹലൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മറ്റേ വൺ മാൻ ഷോയിൽ ആ ലാസ്റ്റത്തെ ക്ലൈമാക്സ് വേണമെങ്കിൽ ഓർക്കാം. അതിനകത്ത് താജ്മഹലും കുത്തബ് മിനാറാണ് അവസാനം വന്ന് കിടക്കുന്നത്. സോ മറ്റേ നമ്മുടെ ലാലാണ് ആൻസർ പറയുന്നത്. ആൻസർ പറയുന്നത് എന്താ പറയുന്നത്? ലാലിനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് വേറെ എന്താ പറയാം? ജംഗ്ലി റമ്മി പറയാം. ജംഗ്ലി റമ്മിക്ക് പകരം പോളോ കളിച്ചപ്പോഴാണ് മരിച്ചത്. ഓക്കെ, ആൻസർ ചെയ്താൽ വരുന്നത് കുത്തബുദ്ദീൻ ഐബക്ക്. മറ്റേതുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യും? മറ്റേതിൽ കുത്തബ് മിനാർ താജ്മഹലുമാണ് കിടന്നത്. ഓക്കെ, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്ത് വെക്കാം. ഡാഷ് ഓർഗനൈസ്ഡ് ട്രസ്റ്റഡ് നോബിൾസ് ഇൻറ്റു 14 നോൺ തുർക്കാൻ ഐ ചഹൽഗാനി, അല്ലെങ്കിൽ നമ്മൾ ചലിസ എന്ന് പറയും, ഗ്രൂപ്പ് ഓഫ് 40 നോബിൾസ്. SSC CGL 2021. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൽത്തുമിഷാണ്. പിന്നീട് ബൽബാൻ വന്നപ്പോഴത്തേക്ക് ഈ ചലിസ പിരിച്ചു വിടുകയുണ്ടായി. ഓക്കെ, ഹൗ മെനി സ്റ്റോറീസ് ഡസ് കുത്തബ് മിനാർ ഹാവ്? കുത്തബ് മിനാറിന് എത്ര എന്താ പറയുക സ്റ്റോറീസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. SSC CHSL 2021 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ കുത്തബ് മിനാർ പണി കഴിപ്പിക്കുന്നത് കുത്തബുദ്ദീൻ ഐബക്കാണ്. ഓക്കെ, ദെൻ ഒരു സൂഫി സെയിന്റിന്റെ പേരിലാണ് ആ പറയുന്ന എന്താ പറയുന്ന കുത്തബ് മിനാറിന്റെ പേര് വരുന്നതെന്നൊക്കെ നമ്മൾ കണ്ടു. ഓക്കെ, അതൊക്കെയാണ് ഇതിന്റെ നമുക്ക് നോക്കാനുള്ള. പിന്നെ അത് നശിച്ചു കഴിഞ്ഞപ്പോൾ ആര് ഇത് റീകൺസ്ട്രക്ട് ചെയ്തു, ഇതെല്ലാം നമുക്ക് ഉള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി എത്ര നിലയാണുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര നിലയുള്ള? 5 ആണ്. 5 നിലകളാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന മെയിനായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ. നോക്കുക, പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.